ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് നേതാക്കളും ചോദ്യമുനയിലേക്ക്. അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കാൻ SITയുടെ നിർണായക നീക്കം. വിദേശ വ്യവസായിയുടെ ആരോപണങ്ങൾ പാടെ തള്ളി ഡി മണിയുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ട് കൊല്ലം വിജിലൻസ് കോടതി. സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. മലപ്പുറം വിരുദ്ധ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനായി വെള്ളാപ്പള്ളി നടേശൻ. ചാനൽ മൈക്ക് തള്ളി മാറ്റി. മാധ്യമപ്രവർത്തകരോട് രോഷപ്രകടനം. മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിലേറുമെന്ന് മുഷ്ടി ചുരുട്ടി പ്രഖ്യാപനം. തദ്ദേശ തോൽവിക്ക് പിന്നാലെ വെള്ളാപ്പള്ളി നടേശനും CPIയും നേർക്കുനേർ. 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയ ചതിയൻ ചന്തുമാർ സർക്കാരിനെ തള്ളിപ്പറയുന്നുവെന്ന് വെള്ളാപ്പള്ളി. LDFന് മാർക്കിടാൻ വെള്ളാപ്പള്ളി ആയിട്ടില്ലെന്ന് ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ബുൾഡോസർ രാജ് വിവാദത്തിനിടെ പിണറായി വിജയനും സിദ്ധരാമയ്യയും ഒരേ വേദിയിൽ. രാജ്യത്ത് സാംസ്കാരിക ഫാസിസം എന്ന ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഭജന രാഷ്ട്രീയത്തെ ഗുരുദേവ ദർശനങ്ങൾ കൊണ്ട് ചെറുക്കണമെന്ന് സിദ്ധരാമയ്യ. തിരുവനന്തപുരം സിറ്റി ബസ് വിവാദത്തിൽ മേയർ VV രാജേഷിന് ഗതാഗത മന്ത്രിയുടെ ചുട്ട മറുപടി. സിറ്റി ബസ്സുകൾ കോർപ്പറേഷന്റേതല്ല. 60% വിഹിതവും സംസ്ഥാന സർക്കാരിന്റേത്. സിറ്റി ബസ് ഉപയോഗിച്ചല്ല KSRTC ജീവിക്കുന്നതെന്നും മന്ത്രി. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിക്ക് വിട നൽകാൻ കേരളം. സംസ്കാരം വൈകിട്ട് 4-ന് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് മുഖ്യമന്ത്രി. താങ്ങാനാകാത്ത ദുഃഖഭാരമെന്ന് മമ്മൂട്ടി. കോൺഗ്രസിലെ തലമുറമാറ്റ ചർച്ചകൾക്കിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാർട്ടി പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മുതിർന്ന നേതാക്കൾക്കൊപ്പം ചെറുപ്പക്കാർക്കും പരിഗണന നൽകണമെന്ന് മുല്ലപ്പള്ളി. ന്യൂസ് മലയാളം ബിഗ്ഗസ്റ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പിടിക്കാൻ കോൺഗ്രസിന്റെ നിർണായക നീക്കം. K സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് സൂചന. ആവശ്യം ശക്തമാക്കിയ ഒരു വിഭാഗം. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് പകരം CPIM സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയേക്കും. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. മറ്റത്തൂർ കൂട്ടക്കൂറുമാറ്റത്തിൽ KPCCയോട് രാജ്യസന്നദ്ധത അറിയിച്ച കോൺഗ്രസ് വിമതർ. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന് TM ചന്ദ്രൻ. രാജ്യസന്നദ്ധത നിങ്ങൾ അറിയിച്ചു എന്നുള്ളതാണ് അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അത് ശരിയാണോ? തീർച്ചയായും പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ഞങ്ങൾ അനുസരിക്കുമെന്ന് തന്നെയാണ്. DCC പ്രസിഡന്റ് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ആളെന്ന് കടന്നാക്രമണം. BJPയുമായി ചർച്ച നടത്തിയെന്ന് തെളിയിച്ചാൽ കാൽക്കൽ വീണ് മാപ്പ് പറയുമെന്നും TM ചന്ദ്രൻ. തദ്ദേശപ്പോരിൽ BJP തൃശൂരിൽ നടപ്പിലാക്കിയത് ഓപ്പറേഷൻ ലോട്ടസ്. മറ്റത്തൂരിലെ കൂട്ടക്കൂറുമാറ്റമടക്കം ആസൂത്രിത നീക്കം. BJP ലക്ഷ്യമിട്ടത് 4 പഞ്ചായത്തുകൾ. ലക്ഷ്യം കണ്ടത് മറ്റത്തൂരിലും പാറളത്തും. വയനാട് തുരങ്കവിരുദ്ധ സമരത്തിന് പരസ്യ പിന്തുണയുമായി ലത്തീൻ കത്തോലിക്ക സഭ. UDFന്റേത് ഐതിഹാസിക സമരമെന്ന ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം മാറ്റുമെന്ന് T സിദ്ദിഖ് MLA. കോൺഗ്രസുകാരുടെ ആത്മാർത്ഥതയില്ലാത്ത നിലപാടെന്ന് CPIM. രാജ്യത്തെ ഞെട്ടിച്ച് ഹരിയാനയിൽ ഓടുന്ന വാഹനത്തിൽ കൂട്ടബലാത്സംഗം. 25-കാരിയെ ക്രൂര പീഡനത്തിനിരയാക്കി വാനിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. യുവതി ചോരവാർന്ന റോഡിൽ കിടന്നത് മണിക്കൂറുകളോളം. 2 പേർ അറസ്റ്റിൽ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാര ചടങ്ങുകൾ ഉടൻ. ധാക്കയിലെ സിയ ഉദ്യാനിൽ ഭർത്താവിന്റെ കബറിനരികെ അന്ത്യവിശ്രമം. ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുക്കും. 2026-ലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് സാധ്യതയെന്ന് അമേരിക്കൻ നയരൂപീകരണ സംഘം. ഇരു രാജ്യങ്ങളും വൻതോതിൽ ആയുധ സംഭരണം നടത്തുന്നു. വീണ്ടും സംഘർഷമുണ്ടായാൽ അമേരിക്കൻ താൽപര്യങ്ങളെ ബാധിക്കുമെന്നും കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ്.
ട്രംപിന് പിന്നാലെ ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിൽ ക്രെഡിറ്റ് അവകാശപ്പെട്ട ചൈനയും സംഘർഷം ലഘൂകരിക്കാൻ ഇടപെട്ടെന്ന വാദവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. പലസ്തീൻ, ഇസ്രായേൽ, കംബോഡിയ, തായ്ലൻഡ് സംഘർഷത്തിലും മധ്യസ്ഥത വഹിച്ചെന്ന് അവകാശവാദം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ച് ഇഡി. ജനുവരി 7-ന് ഹാജരാകണമെന്ന് നിർദ്ദേശം. കൂടുതൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യാൻ നീക്കം. ചോദ്യം ചെയ്യുക ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത താരങ്ങളെ. യാത്രക്കാർക്ക് കുടിവെള്ള പദ്ധതിയുമായി KSRTC. ബസ്സുകളിൽ KSRTC ലേബലിൽ കുപ്പിവെള്ള വിൽപ്പന നടത്തുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഒരു കുപ്പി വിറ്റാൽ 2 രൂപ കണ്ടക്ടർക്കും 1 രൂപ ഡ്രൈവർക്കും വിഹിതം. ഞാൻ ഇപ്പോഴെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോ എത്ര നേരം ഞാൻ എടുത്തിട്ടില്ല. പുറത്തേക്ക് വരില്ല, ഇവിടെ നിന്ന് സംസാരിക്കേ. കൊച്ചിയിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണ ശ്രമം. കുട്ടികളെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ച ചിക്കിംഗ് ഔട്ട്ലെറ്റിലെ മാനേജർ. കൊച്ചി സ്വദേശി ജോഷുക്കെതിരെ കേസ്. വാളയാർ ആൾക്കൂട്ടക്കൊലയുടെ ക്രൂരത വ്യക്തമാക്കുന്ന നിർണായക ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന്. റാം നാരായൺ ബാഗേലിനെ കൂട്ടവിചാരണ ചെയ്ത അതിക്രൂര മർദ്ദനം. ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ പോലീസ്. ഒളിവിൽ കഴിയുന്ന 7 പേർക്കായി അന്വേഷണം ഊർജിതം. തിരുവനന്തപുരം കല്ലമ്പലത്ത് വിദ്യാർത്ഥികൾ കടത്തിയ ആംബുലൻസ് വർക്കലയിൽ നിന്ന് കണ്ടെത്തി. വാഹനം മോഷ്ടിച്ചത് തമാശയ്ക്കെന്ന വിദ്യാർത്ഥികളുടെ മൊഴി. കുട്ടികൾ മുമ്പും നാട് വിട്ടുപോയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ. പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ലോകം. ആഘോഷലഹരിയിൽ ആറാടി നാടും നഗരവും. ഫോർട്ട് കൊച്ചിയിൽ ഉൾപ്പെടെ അവസാനവട്ട ഒരുക്കങ്ങൾ തകൃതി. പുതുവർഷം ആദ്യം എത്തുക ഓഷ്യാനിയൻ രാജ്യമായ കിരിബാത്തിയിൽ. ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് ആശംസകളുമായി പ്രമുഖർ. ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു നവകേരളം ഈ 2026 നമുക്ക് സ്വപ്നം കാണാം. പുതിയൊരു വർഷത്തിൻ്റെ പിറവിയിൽ നമുക്ക് സന്തോഷിക്കാം. ന്യൂസ് മലയാളത്തിന് വളരെ നല്ലൊരു ഭാവി മലയാള മാധ്യമരംഗത്ത് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കോട്ടയം മണിമല പഴയിടത്ത് KSRTC ബസ്സിന് തീപിടിച്ച അപകടം. മലപ്പുറം ഗവി ഉല്ലാസയാത്ര ബസ് പൂർണ്ണമായും കത്തിയമർന്നു. പുക ഉയരുന്നത് കണ്ട് യാത്രക്കാരെ ഇറക്കിയതിനാൽ വൻ ദുരന്തം വഴിമാറി. 28 യാത്രക്കാരും സുരക്ഷിതർ. ആലപ്പുഴ മുഹമ്മദ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സന്തോഷ് കുമാർ. പ്രാഥമിക അന്വേഷണം ആരംഭിച്ച പോലീസ് മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമഗതാഗതം വൻ പ്രതിസന്ധിയിൽ. 148 വിമാന സർവീസുകൾ റദ്ദാക്കി. വൈകി ഓടുന്നത് 227 വിമാനങ്ങൾ. പലയിടങ്ങളിലും കാഴ്ചാപരിധി 50 മീറ്ററിൽ താഴെ. ജപ്പാനെ മറികടന്ന് ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര സർക്കാർ. 2030 മുൻപ് 3ാം സ്ഥാനത്തുള്ള ജർമ്മനിയെ പിന്നിലാക്കാൻ കഴിയുമെന്ന് വിലയിരുത്തൽ. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതെന്നും കേന്ദ്രം. ഗിനിയയിൽ വീണ്ടും അധികാരത്തിലേറി ജനറൽ മമാഡി ഡുംബൂയ. നിർണായക വിജയം. 87% വോട്ട് നേടി. വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ. നടന്നത് പട്ടാള അട്ടിമറിക്ക് ശേഷം ആദ്യ തിരഞ്ഞെടുപ്പ്. ജർമ്മനിയിലെ ഖെൽസൻ കിർച്ചനിൽ വൻ ബാങ്ക് കൊള്ള. ഭൂഗർഭ വോൾട്ട് റൂം കുത്തിത്തുറന്ന് 30 മില്യൺ യൂറോയുടെ സ്വർണം കവർന്നു. 3000-ലധികം സേഫ് ലോക്കറുകൾ കുത്തിത്തുറന്നെന്ന് കണ്ടെത്തൽ. ബാങ്കിന് മുന്നിൽ തടിച്ചുകൂടി നിക്ഷേപകർ. പോസ്റ്റൽ സർവീസ് സേവനം നിർത്തലാക്കി ഡെൻമാർക്ക്. തീരുമാനം പൂർണ്ണ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി. രാജ്യത്തുടനീളമുള്ള മെയിൽ ബോക്സുകൾ നീക്കം ചെയ്ത പോസ്റ്റൽ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ വനിതാ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യ. 5ാം മത്സരത്തിൽ 15 റൺസിന് ജയം. ഷഫാലി വർമ്മ പരമ്പരയിലെ താരം.